ദേശീയപാത തകർന്നതിൽ പ്രതിഷേധിച്ച് നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ആ ദൃശ്യങ്ങൾ കാണാം. അരുൺ പാറയ്ക്കൽ കാസർകോട്ട് നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. അരുൺ, എന്താണ് ഈ പ്രതിഷേധത്തിന്റെ മറ്റു വിവരങ്ങൾ? ഇന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ യോഗം നടക്കുന്നുണ്ട്. അതിൽ വെച്ച് ശക്തമായ ഒരു നിലപാട് ഉച്ചയ്ക്ക് 11 കാലോടുകൂടിയാണ് കോൺഗ്രസിന്റെ കാസർഗോഡ് DCCയുടെ നേതൃത്വത്തിൽ മൈലാട്ടിയിലെ മേഘ കൺസ്ട്രക്ഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഇപ്പോൾ മാർച്ചിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ വലിയ തോതിലുള്ള ഒരു ഉന്തും തള്ളും, പോലീസുമായി വലിയ തോതിലുള്ള ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ ഈ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസിന്റെ അടുത്തേക്ക് വരെ തള്ളിക്കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഈ മാർച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP സംസാരിക്കുകയാണ്. അവർ ഉന്നയിക്കുന്ന പ്രധാനമായ കാര്യം, ഈ കാസർഗോഡ് ജില്ലയിലെ 2ഉം 3ഉം റീച്ചുകളാണ് പ്രധാനമായും മേഘ കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മിക്കുന്നത്. അതിൽ രണ്ടാമത്തെ റീച്ചിൽ 2022 തന്നെ വലിയ തോതിലുള്ളൊരു അശാസ്ത്രീയമായ നിർമ്മാണം നടന്നിരുന്നു. ചെർക്കളയിൽ നിർമ്മിച്ച പാലം അത് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിതിൻ ഗഡ്കരിയെ നേരിട്ട് കണ്ട ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. മാത്രമല്ല, ഈ DPR ദേശീയപാതയുടെ DPR MP-മാരെ കാണിക്കാൻ പോലും തയ്യാറായില്ല എന്ന ആരോപണമൊക്കെ കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ഇതാ നിരന്തരമായി ദേശീയപാതയിൽ കുഴിയുണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ദേശീയപാതയിൽ, അതായത് ബേവിഞ്ച തെക്കിൽ ഭാഗങ്ങളിലൊക്കെ തന്നെ കുന്നിടിച്ചിൽ സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. വീരമലക്കുന്ന്, പിലിക്കോട്, മട്ടലായിക്കുന്ന് എന്നിവിടങ്ങളിലൊക്കെ തന്നെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു. ഇന്നലെ ഇവിടെ NDRF സംഘമൊക്കെ പരിശോധന നടത്തിയിരുന്നു. ജില്ലാ ഭരണകൂടം ഈ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഒരു അന്ത്യശാസനം നൽകുകയും ചെയ്തു. അങ്ങനെ അന്ത്യശാസനത്തിന്റെ ഭാഗമായാണ് രണ്ടാമത്തെ റീച്ചിൽ എന്തൊക്കെയാണ് അപാകത പരിഹരിക്കാനുള്ള നടപടികൾ മേഘ കമ്പനി കൈക്കൊണ്ടെന്ന കാര്യം മേഘ കമ്പനി റിപ്പോർട്ടായി സമർപ്പിച്ചത്. മൂന്നാമത്തെ റീച്ചിലെ കാര്യങ്ങൾ ഇനിയും സമർപ്പിച്ചിട്ടില്ല. അങ്ങനെ വലിയ തോതിലുള്ള ഒരു ഭീഷണി, അപകട ഭീഷണി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു സമരം, വലിയ സമരം ഈ മൈലാട്ടിയിലെ മേഘ കൺസ്ട്രക്ഷന്റെ ഓഫീസിലേക്ക് നടക്കുന്നത്. GK